ഇതിനെയൊക്കെയാണ് നമ്മളൊരു അടിപൊളി ഇടിവെട്ട് എൻഗേജിങ് സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസ് എന്നല്ല, സീക്വൻസുകളുടെ ഒരു സമാഹാരം എന്നാണ് ഈ സിനിമയെ നമുക്ക് പറയാൻ പറ്റുക. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വിക്രം എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കമലഹാസൻ അതൊരു തുടക്കം മാത്രമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വലിയ താരനിരയും അതിഗംഭീര ടെക്നീഷ്യൻസിനെയും അണിനിരത്തിക്കൊണ്ട് ലോകേഷ് കനകരാജ് ഒരുക്കിയ വിക്രം എന്ന സിനിമ. ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പഞ്ച് ഉണ്ടല്ലോ, ഒരു ഇൻ്റർവെൽ പഞ്ച്, അത് എത്തുന്നത് വരെയും സത്യം പറഞ്ഞാൽ എനിക്കത് അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഫഹദ് ഫാസിലുണ്ട്, വിജയ് സേതുപതി ഉണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, നമുക്ക് എന്തൊക്കെയോ ക്ലൂ ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ പഞ്ച് അവിടെ മുതലാണ് കഥ തുടങ്ങുന്നത്. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ആക്ഷൻ സീക്വൻസുകളും ഇതിൻ്റെ ഫയർ വർക്കുമാണ്. അത് അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ വെടിവെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരിയാണ്. അതെല്ലാം ആ സീക്വൻസുകളെല്ലാം നമുക്ക് വളരെ റിയലായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഇനി ഉപയോഗിക്കാൻ ഒരു കാലഘട്ടത്തിലെയും ആയുധം ബാക്കിയില്ല എന്നുള്ളത് പോലെ അവരത് ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. രണ്ടാമതൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇതൊരു കുറ്റാന്വേഷണ കഥ അല്ലെങ്കിൽ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറി എന്നുള്ള ഒരു സംഭവത്തിൽ മാത്രം ഒതുക്കാതെ ഇതിനകത്ത് അവർ ഒരു പോരാട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വെറും ഒരു റിവെഞ്ച് സ്റ്റോറി അല്ല, ഇതൊരു പോരാട്ടം എന്നുള്ള രീതിയിൽ അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടറിയേണ്ടതാണ്. പക്ഷേ എനിക്ക് ആ ഒരു പാറ്റേണിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു പോയത് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്ത പോസിറ്റീവ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇതിൻ്റെ BGM-നെ കുറിച്ച്, ഇതിലെ പാട്ടുകളെ കുറിച്ച്. സത്യത്തിൽ BGM എന്നല്ല പറയേണ്ടത്, OMG എന്നാണ് പറയേണ്ടത്. കാര്യം അതിൽ ഉയരുന്നടുങ്ങതേന്ന് പറയുന്ന ആ ഒരു സെൻറ്റി ട്രാക്കൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അവർ പൊളിച്ചടുക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി സർപ്രൈസ് എലമെൻറ്റുകളുണ്ട്. അതിനൊക്കെ അവർ BGM സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഹെവി ആയിട്ടാണ്. അനിരുദ്ധ് തമിഴ് സിനിമയുടെ രക്ഷകൻ എന്ന് നമ്മൾ പറയുന്നത് ചുമ്മാതൊന്നുമല്ല, അയാൾ ശരിക്കും ഈ സിനിമയെ വേറൊരു ലെവലിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കൊണ്ട്. അടുത്ത പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമലഹാസൻ തുടങ്ങി ഇങ്ങോട്ടേക്ക് ഒരു വൻ നിരയാണ്. ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ കൃത്യമായി പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ പെർഫോമൻസിൻ്റെ ഒരു ഹൈ ലെവൽ നമുക്ക് തരുന്നുണ്ട്. ആ ഹൈ ലെവൽ ഒരു തിയേറ്ററിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു ഹൈ നമുക്ക് കിട്ടുന്ന ഒരു രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇത് കമലഹാസൻ സാറിൻ്റെ പടമാണ്. പുള്ളിക്ക് 6 അടി 7 അടി 8 അടി അഴിഞ്ഞാടാനുള്ളൊരു പടമാണ്. പുള്ളി അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. തൊട്ടുമുമ്പ് പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞൊരു സാധനമാണ് അടുത്ത ഏറ്റവും വലിയ പോസിറ്റീവ്, സർപ്രൈസുകൾ. ഈ സിനിമ സമ്പൂർണ്ണ സർപ്രൈസുകളാണ്. ഓരോ സർപ്രൈസ് എലമെൻറ്റുകൾ നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുന്നതാണ് കമലഹാസൻ സാറിൻ്റെ ഫൈറ്റ് ഉണ്ടാവും, ഫഹദിൻ്റെ ഫൈറ്റ് ഉണ്ടാവും, സ്പെഷ്യലായിട്ട് വരുന്ന ആളുകളുടെ ഫൈറ്റ് ഉണ്ടാവും, അങ്ങനെ കുറേ ആളുകളുടെ ഫൈറ്റ് സീക്വൻസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവരൊക്കെ മേടിച്ച കയ്യടി സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്ന് മേടിച്ചുകൊണ്ട് പോയി. അയ്യോ, അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ടായിരിക്കും ഹെവി ആയിട്ട്, അത് കൊറിയോഗ്രാഫി ചെയ്തതും ഹെവി ആയിട്ടാണ്, പുള്ളിയുടെ പെർഫോമൻസ് ഹെവിയാണ്, അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് സിനിമ മൊത്തത്തിൽ ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. സിനിമയുടെ വലിയ പോസിറ്റീവുകളിൽ ഒന്ന് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. ഗംഭീര വർക്കാണ് നടന്നിരിക്കുന്നത്. അത് സ്ക്രീനിൽ കാണാനുണ്ട്. ഞാൻ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ സ്ക്രീൻ 2-ലാണ് കണ്ടത്. അതായത് ആ സ്ക്രീനിൽ ഒരു മൾട്ടി സ്റ്റാറർ ഹെവി പടം വരുമ്പോൾ എനിക്ക് അവിടെ കാണണമെന്നത്ര ആഗ്രഹം തോന്നാറില്ല. ആ സ്ക്രീനിന് കുറച്ച് കുറവുകളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവിടെ കണ്ടിട്ടും ഞാൻ ഹാപ്പിയാണ്, ത്രിൽഡാണ്. ആ രീതിയിൽ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിലെ ഒരു ഇഴച്ചിൽ, അത് പക്ഷേ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ആ ഇഴച്ചിലുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് നമുക്കൊരു ത്രില്ലിംഗ് അനുഭവമായിട്ട് കുറച്ചുകൂടി ഫീൽ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, വിക്രം സിനിമ ഞാൻ കണ്ടിട്ടില്ല. 1986-ലോ 7-ലോ ഇറങ്ങിയിട്ടുള്ള പടമാണ്. അത് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്കൊരു വലിയ കുറവായിട്ട് തോന്നി. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കൈദി കണ്ടിട്ടില്ലെങ്കിൽ, വിക്രം കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കാണണം. വിക്രം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ത്രിൽ എലമെൻറ്റ്സ് കിട്ടും. ഞാനത് കാണാത്ത ഒരാളാണ്, പക്ഷേ ഞാൻ ത്രില്ലായിരുന്നു. പക്ഷേ കൈദി കാണാതെ നിങ്ങൾ ഈ സിനിമ കാണരുതെന്നേ ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ കൂട്ടിനൊരാളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൈദി കാണാത്ത ഒരാളെ കൊണ്ടുപോകരുത്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. വിക്രം ഒരു തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിൽ എൻജോയ് ചെയ്യാനുള്ള സർപ്രൈസ് എലമെൻറ്റുകളും ഇടിവെട്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് അതൊരു തിയേറ്റർ വാച്ചാണ്. എൻജോയ് ഇറ്റ് കൈദി കണ്ടതിന് ശേഷം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.